ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യവും വ്യക്തവുമായിട്ട് രേഖപ്പെടുത്തി ആവശ്യമുള്ളപ്പോൾ പരിശോധിക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ ആപ്പാണ് പിക്ചർസോഫ്റ്റ് അക്കൗണ്ട്സ് ബുക്ക്. സാധാരണ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേതുപോലെ ക്രെഡിറ്റ്, ഡെബിറ്റ്, ഡബിൾ എൻട്രി ജേർണലിംഗ് മുതലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് പണം ക്യാഷായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് വഴിയോ വരുന്നതും പോകുന്നതും രേഖപ്പെടുത്തിക്കൊണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാവിധത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകളും റിപ്പോർട്ടുകളും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വളരെ കുറച്ച് സ്റ്റെപ്പുകളിലൂടെ നമ്മുടെ വരവും ചെലവും നമുക്ക് ഈ ആപ്പിൽ രേഖപ്പെടുത്താം. അതിന് വേണ്ടത് ഒന്നാമതായിട്ട് നമുക്ക് പണം വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമ്പത്ത് വരുന്നുണ്ടെങ്കിൽ ആ വരുന്ന വഴി രേഖപ്പെടുത്താനായിട്ട് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ അക്കൗണ്ട് ഹെഡുകൾ ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിലവിൽ ചില ഡിഫോൾട്ട് അക്കൗണ്ട്സുകളുണ്ട്. ആ അക്കൗണ്ടുകൾ കാണാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് ക്രിയേഷൻ എന്ന് പറയുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഉപയോഗിക്കുന്ന ഡിഫോൾട്ട് അക്കൗണ്ട്സുകൾ ലിസ്റ്റ് ചെയ്ത് വരും. ഇനി ഇത് കൂടാതെ നമ്മൾ പുതിയ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്താലും ഈ ലിസ്റ്റിൽ തന്നെ അവ വരും. ഇപ്പോൾ ഇവിടെ കാണുന്ന അക്കൗണ്ടുകൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാഷ്, മിസലേനിയസ് എക്സ്പെൻസ്, പർച്ചേസ് അക്കൗണ്ട്, റെൻ്റ് എക്സ്പെൻസ്, സാലറി, ഇൻകം, സെയിൽ, ടെസ്റ്റ് ബാങ്ക്, ഇങ്ങനെ കുറച്ച് അക്കൗണ്ടുകളാണ് നമുക്കിവിടെ കാണുന്നത്. ഈ അക്കൗണ്ട് വഴി നമുക്ക് വരുന്ന പണം അല്ലെങ്കിൽ നമ്മുടെ അസറ്റ് ഒന്നുകിൽ അത് ക്യാഷിലേക്കായിരിക്കും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അങ്ങനെ ക്യാഷിലേക്ക് വരുന്നതിന് നമ്മൾക്ക് ക്യാഷ് റെസിപ്റ്റ് എന്ന് പറയുന്ന ഈ ഫോമിലൂടെ നമ്മൾക്ക് എൻട്രി നടത്താം. അതേപോലെ ബാങ്കിലേക്കാണ് വരുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതിന് ബാങ്ക് റെസിപ്റ്റ് എന്ന് പറയുന്ന ഈ ഫോമിലൂടെ നമുക്ക് എൻട്രി ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെയാണ് നമുക്ക് ചെലവിനും നമ്മുടെ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ചിലവുകൾക്കെല്ലാം നമുക്ക് ഓരോ അക്കൗണ്ട് ഹെഡുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം അത് എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് വേണമോ അതിനനുസരിച്ച് കൂടുതൽ ഹെഡുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഉദാഹരണം, നമ്മളെ വീട്ടിലെ എല്ലാ ചിലവും കൂടി ഒറ്റ ഹെഡിലാക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഹെഡ് മാത്രം മതി. ചിലവ് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറെന്നോ മറ്റോ കൊടുത്തിട്ടുള്ള ഒറ്റ അക്കൗണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്യാം. അതല്ല, ഓരോ ചിലവിനും ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി ബില്ല് വേറെ വേണമെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജസിന് ഒരു അക്കൗണ്ട് കൊടുക്കുക, വാട്ടർ ചാർജസിന് വേറൊരു അക്കൗണ്ട് കൊടുക്കുക, ഗ്യാസ് ചാർജിന് വേറൊരു അക്കൗണ്ട് കൊടുക്കാം. അതെല്ലാം കൂടി ഒന്നിച്ച് വേണമെങ്കിൽ ഒറ്റ അക്കൗണ്ടിൽ ചെയ്യാം. വേറെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ആ അക്കൗണ്ട് വഴി നമ്മുടെ പേയ്മെൻറ്റ്, നമുക്ക് ക്യാഷായിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ് എന്നുള്ള ഫോമിലൂടെ ചെയ്യാം. ബാങ്കിലൂടെ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ വഴി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ബാങ്ക് പേയ്മെൻറ്റായിട്ടും നമുക്ക് എൻട്രി ചെയ്യാം. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള ഈ എൻട്രികൾ മാത്രമാണ്. ക്യാഷ് റെസിപ്റ്റ്, ക്യാഷ് പേയ്മെൻറ്റ്, ബാങ്ക് റെസിപ്റ്റ്, ബാങ്ക് പേയ്മെൻറ്റ്, ഇതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെയുള്ളത് നമുക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ക്യാഷായിട്ടും വരുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ട് തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാവാം. വേണമെങ്കിൽ ക്യാഷ് അക്കൗണ്ടും ഒന്നിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഈ അക്കൗണ്ടുകളിൽ നിന്ന് അക്കൗണ്ടുകളിലേക്ക് ക്യാഷ് അല്ലെങ്കിൽ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ചാനൽ ആണ് കോൺട്രാ എൻട്രി. അതുകൂടാതെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഉപയോഗിക്കുകയാണെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ടാണ് ജേണൽ എൻട്രി. അപ്പോൾ ഇത്രയും എൻട്രി വഴി നമ്മളുടെ എല്ലാ ഫിനാൻഷ്യൽ എൻട്രികളും നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് എടുക്കാം. ബാലൻസ് ഷീറ്റ് മുതൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് വിത്ത് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നൊരു കോസ്റ്റ് സെൻറ്റർ ഉപയോഗിച്ചും നമുക്ക് നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ നമുക്ക് കൂടുതൽ വ്യക്തമാക്കാം. അതിനുള്ള ഓപ്ഷനും അതിൻ്റെ അകത്തുണ്ട്. അതുകൂടാതെ ഓരോ ലെഡ്ജറിലും വന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് കാണാനുള്ള ലെഡ്ജർ വ്യൂ ഉണ്ട്. ഗ്രൂപ്പ് വ്യൂ, പല ലെഡ്ജറുകളെ ഒന്നിച്ച് ചേർത്തിട്ടുള്ള ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് നമുക്കിവിടെ കാണാം. അതുകൂടാതെയുള്ള ക്യാഷ് ബുക്ക് പ്രധാനപ്പെട്ടതാണ്. ക്യാഷും ബാങ്കും വഴി നമുക്ക് വന്നിട്ടുള്ള എല്ലാ ചെലവും എല്ലാ വരവും ഈ ഒരൊറ്റ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടേത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാവിധ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസും വളരെ കൃത്യവും വ്യക്തവുമായിട്ട് നമുക്ക് ഈ ആപ്പിൽ രേഖപ്പെടുത്താം.